അയ്യപ്പന്മാരെത്തിയിട്ടും എരുമേലിയിൽ ശുചിമുറികൾ തുറക്കാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ലേലം പോകാത്തതിനാൽ പ്രധാന ശുചിമുറികൾ ഒന്നും തുറന്നില്ല. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിലാണ്. ലേലം നടക്കും വരെ ശുചിമുറികൾ സൗജന്യമായി തുറന്നു കൊടുക്കണമെന്ന് അയ്യപ്പ സേവാ സമാജം ആവശ്യപ്പെട്ടു. ശബരിമല നട തുറക്കുന്നതിന് മുന്നോടിയായി അയ്യപ്പന്മാർ ഇന്നലെ മുതൽ എരുമേലിയിലെത്തി. പേട്ടതുള്ളലിനും സ്നാനത്തിനും മാത്രമല്ല, ദീർഘയാത്രയ്ക്ക് ശേഷമുള്ള വിശ്രമത്തിനും പ്രാഥമിക കൃത്യങ്ങൾക്കും അയ്യപ്പന്മാർ ആശ്രയിക്കുന്നത് എരുമേലിയെയാണ്. എന്നാൽ എരുമേലിയിലെ ദേവസ്വം ബോർഡിന്റെ ശുചിമുറികൾ പലതും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. ലേലം പോകാത്തതാണ് ശുചിമുറികൾ തുറക്കാത്തതിന് കാരണം. തിരക്കേറിയതോടെ ദുരിതത്തിലായത് കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരാണ്. இது பாத்ரூம் இது ரொம்ப மும்முரமான உள்ள பாத்ரூம், மெயின் பாத்ரூம். கண்டிப்பா இது ஓபன் பண்ணணும் தானே. சோ இது ஓபன் பண்ணாம மத்த பாத்ரூம் ஓபன் பண்ணி என்ன பண்ணுறது? ஆமாவா இல்லையா? இது கோயில் தேவஸ்தானம், அது கண்டிப்பா இந்த பாத்ரூம் தானே ஓபன் பண்ணணும். சோ இதை ஓபன் பண்ணாம அங்கேயும் இங்கேயும் அலையிறது ரொம்ப கஷ்டமா இருக்கு. இப்ப பாரு, பொம்பளைங்க எப்படி போவாங்க? ஆம்பளை பரவாயில்ல ஏதோ போயிருவாங்க, பொம்பளைங்க எப்படி போவாங்க? சோ இந்த மெயின் பாத்ரூம். சோ மெயின் பாத்ரூமே ஓபன் பண்ணாம நாங்களாம் எங்க போறது? കഴിഞ്ഞ ദിവസങ്ങളിൽ ലേലം സംഘടിപ്പിച്ചിരുന്നുവെങ്കിലും ആരും എടുത്തില്ല. പക്ഷേ അതിന്റെ പേരിൽ ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്നത് അംഗീകരിക്കാനാവില്ല. ലേലം നടക്കും വരെ ദേവസ്വം ബോർഡ് ശുചിമുറികൾ സൗജന്യമായി തുറന്നു കൊടുക്കണമെന്ന് അയ്യപ്പ സേവാ സമാജം ആവശ്യപ്പെട്ടു. ഇവിടെ വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യങ്ങളില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇത് ലേലത്തിൽ പോയില്ല എന്നുള്ളതാണ്. ഒരു ബാത്റൂം മാത്രമേ നിലവിൽ ഇപ്പോൾ ലേലത്തിൽ പോയിട്ടുള്ളൂ. പക്ഷേ ശബരിമല തീർത്ഥാടനമായിട്ട് ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തന്മാർ വരുന്നതും ഒക്കെ എരുമേലി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. അപ്പോൾ അതിനോട് അടുത്തുള്ളൊരു ബാത്റൂമാണ് ഈ ലേലത്തിൽ പോകാത്തത്. അതുകൊണ്ട് നിലവിൽ അയ്യപ്പ ഭക്തന്മാർക്ക് സ്വകാര്യ കക്കൂസുകളെയും ബാത്റൂമുകളെയൊക്കെ സംരക്ഷിക്കേണ്ട ബാത്റൂമിലൊക്കെ പോകേണ്ട ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഒന്നില്ലെങ്കിൽ അത് ദേവസ്വം ബോർഡ് തന്നെ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി തുറന്നു കൊടുക്കുക, അല്ലെങ്കിൽ ലേലം ചെയ്യാനുള്ള വ്യവസ്ഥ ചെയ്യുക. ലേലം വന്നില്ലെങ്കിൽ അടിയന്തരമായിട്ട് അത് ദേവസ്വം ബോർഡിന്റെ സ്റ്റാഫിനെ ഇരുത്തി അയ്യപ്പ ഭക്തന്മാർക്ക് സൗജന്യമായി തന്നെ തുറന്നു കൊടുക്കാൻ. അതേസമയം തുടർന്നുള്ള ദിവസങ്ങളിൽ ലേലം നടന്നാൽ പോലും ശുചിമുറികൾ പ്രവർത്തന സജ്ജമാക്കാനും ദിവസങ്ങൾ വേണ്ടിവരും. ഈ ദിവസങ്ങൾ അത്രയും ശുചിമുറികൾ നടത്തുന്ന സ്വകാര്യ വ്യക്തികൾക്ക് അയ്യപ്പന്മാരെ ചൂഷണത്തിനുള്ള വഴിയൊരുക്കുകയാണ്. ജനം, കോട്ടയം.